വീണ്ടും ഒരു ഓണവും കൂടി വന്നു. അപ്പോൾ ഓണത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, മൊത്തത്തിൽ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഓണവും പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ട ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം എന്താണ് ഓണം അല്ലെങ്കിൽ തിരുവോണം എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്നത്? നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പൂവിറുക്കുന്നതൊക്കെ നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ചില കോൺസെപ്റ്റുകളാണ്. പൂവിറുത്തുകൊണ്ട് വരിക, പൂക്കളം ഇടുക. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാലം കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓണം ഊഞ്ഞാലൊക്കെ പറമ്പിൽ വീട്ടിലെ അന്ന് എല്ലാ ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് ഇന്നത്തെ പോലെ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ അണുകുടുംബങ്ങളാണ്. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ എന്ന് പറയുന്ന ഇതങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ, അമ്മ, പിന്നെ ചെറിയച്ഛനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മക്കളുണ്ടാവും, ചെറിയച്ഛന്മാർ, അങ്ങനെ പറയുന്ന അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇവരൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും രസകരമായൊരു കാര്യം ഈ അപ്പൂപ്പനാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുക. പല കുടുംബങ്ങളിലും, ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഇതായി കഴിയുമ്പോഴേക്കും ഓണത്തിൻ്റെ സമയം അത്തം ഉദിച്ചു കഴിയുമ്പോൾ തന്നെ, അത്തം 10-ന് പൊന്നോണം എന്നല്ലേ, അപ്പോൾ അത്തം ഉദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാന്നറിയോ, ഊഞ്ഞാലിടുന്ന പരിപാടിയുണ്ട്. എവിടെന്നെങ്കിലും നമ്മൾ വലിയ കയറ് മേടിച്ചിട്ട് വന്നിട്ട് വലിയൊരു ഊഞ്ഞാലിടും. ഈ ഊഞ്ഞാലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറ്റ് എ ടൈം ആടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, 2 ഊഞ്ഞാലാക്കും. 2 ഊഞ്ഞാലുണ്ടാവും. അപ്പോൾ ഈ 2 ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ വലിയ 2 തെങ്ങുകൾക്കിടയിൽ ഒരു വലിയ കയറ് കെട്ടിയിട്ട് ആ കയറിലാണ് ഈ ഊഞ്ഞാൽ 2 ആടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ആയം എടുത്താൽ മതി. ഒരാൾ ആയം എടുത്ത് ആടുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ആയത്തിൽ മറ്റേ ഊഞ്ഞാലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. എന്നാൽ നമ്മൾ ഈ പാർക്കിലൊക്കെ കാണുന്ന ടൈപ്പ് ഊഞ്ഞാലാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ ഊഞ്ഞാലൊക്കെ ഇട്ട്, അപ്പം പിന്നെ ആ ഊഞ്ഞാലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടയിടുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഉന്തി വിടുന്നതിന് പറയുന്ന പേരാണ്. നമ്മുടെ ഈ ഓണാട്ടുകാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചില്ലാട്ടം പറക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ ഓണനാട്ടുകരയാണ് ഈ ഓണാട്ടുകര ആവുന്നത്. മീൻസ് ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ കരുനാഗപ്പള്ളി താലൂക്ക്, മാവേലിക്കര ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചിറ്റോളങ്ങരയും ഈ പിന്നെ ഓച്ചിറ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഓണാട്ടുകരയിലുള്ള ഒരു അങ്ങനെ ഓണനാട്ടുകരയാണ്. പിന്നെ ഓണാട്ടുകരയായാൽ മതി. ഓണം ശരിക്കും ഇവിടെ എന്നാണ് പറയുന്നത്, ഈ നാട്ടിലാണ്, ഈ ഓണാട്ടുകരയിലാണെന്നാണ് പറയുന്നത്. അന്ന് ചില്ലാട്ടം പറക്കുക എന്ന് പറയും. ചില്ലാട്ടം പറക്കുന്നത് അതീവ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഇരുന്നിങ്ങനെ ആടി കുറേ നേരം ആടി കഴിയുമ്പോൾ പതുക്കെ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ഈ കയറിൽ പിടിച്ചിട്ട് ബാലൻസ് എഴുന്നേറ്റിട്ട് 2 കാലും പൊക്കി നിൽക്കും. നിന്നിട്ട് ഈ ഊഞ്ഞാലിൽ നിന്ന് ആടും. ഇതിനെയാണ് ചില്ലാട്ടം പറക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അത് ആ വാക്ക് ഉപയോഗമാണ്. ഉണ്ടയിടുക എന്ന് പറയും. ഉണ്ടയിടുക, തള്ളിവിടുക. ഇന്ന് ഉണ്ടയിടുക എന്ന് വെച്ചാൽ മുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രസകരമായൊരു സംഭവം, ഇങ്ങനെ നമ്മൾ തള്ളി ഇങ്ങനെ നമ്മുടെ ഹൈറ്റിനെക്കാട്ടി പൊക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ ഊർന്നങ്ങ് പോകും. അപ്പോൾ ഈ മേലോട്ട് പോയ ആൾ തിരിച്ചിങ്ങനെ പോകും. ചിലപ്പോൾ അബദ്ധവും പറ്റും കേട്ടോ. നമ്മളിങ്ങനെ തള്ളി വിട്ടിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ എല്ലാ കണക്കൂട്ടിലും തെറ്റിച്ചുകൊണ്ട് ആ ഊഞ്ഞാൽ തിരികെ വരും. നമ്മുടെ തലയിലടിക്കും ചിലപ്പം. പിന്നെ ഊഞ്ഞാലിൽ വീണ്ടും ഓണം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഊഞ്ഞാലിൽ വീണ്ടും കൈ ഒടിഞ്ഞ രോഗികളൊക്കെ പല ആശുപത്രിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം, ഉപ്പേരി വറക്കുന്ന പരിപാടിയുണ്ട്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അത് രാത്രിയിൽ, ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിട്ടാണ് ഇതിൻ്റെ പണിപ്പുരയിൽ തറയിൽ കല്ലെടുപ്പ് വെച്ചിട്ട്, അടുപ്പ് കല്ല് വെക്കും, തറയിൽ ഇറക്കി വെച്ചിട്ട് വലിയ ഉരുളിയിൽ എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പൂപ്പനാണെങ്കിൽ ഇരുന്ന് ഓരോന്നിങ്ങനെ മുത്തശ്ശന്മാരുടെ വീട്ടിലെ പണി ഇതാണ്. രാത്രി ഇരുന്നിട്ട് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, വറുത്തുകൊണ്ടേയിരിക്കും. വറുത്ത് ഓരോ ഡബ്ബ മേടിക്കും. അന്ന് ഈ പണ്ടൊക്കെ, ഇന്നിപ്പം ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ പണ്ട് കാലത്ത് മിക്കവാറും കടകളിലൊക്കെ ഈ ഇരുമ്പിൻ്റെ ടിന്ന് വരും. ഒരു സ്ക്വയർ ഷേപ്പിൽ ഇരുമ്പിൻ്റെ പാട്ട ടിന്ന് വരും. ഈ ഇരുമ്പ് പാട്ടയ്ക്കകത്ത് ഓരോന്നിട്ടിട്ട് ഇങ്ങനെ നിറയ്ക്കും. ഇപ്പോൾ കുത്തുപോണി എന്ന് പറയുന്നത് ഈ ഹോളുള്ള പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇത് അവസാനം ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്ത് ഓരോരുത്തരത്ത് വെക്കും. എന്നിട്ട് ഓരോ ടിന്നിനകത്ത് ആക്കും. ഇത് ഓരോ ടിന്നിനകത്ത് എത്ര കുടുംബാംഗങ്ങൾ, അതായത് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ടിന്നായിട്ട് നമുക്ക് കൊടുക്കും. എന്നിട്ട് നിങ്ങളിത് ഓണക്കാലത്ത് ഉപയോഗിച്ചോണം എന്നുള്ള നിലയിൽ. ഇതൊക്കെ ആ കാലത്ത് നമ്മൾക്കിടയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ബാല്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ഓർമ്മകളാണ്. ഈ ഗൃഹാതുരത എന്ന് പറയില്ലേ. പിന്നെ അപ്പോഴേക്കും ഇലയിട്ടിരുന്നുള്ള സദ്യ, അത് പിന്നെ എല്ലായിടത്തും നമ്മൾ ഇലയിട്ടിരുന്നുള്ള സദ്യ ഉണ്ടാവും. ഇലയിട്ടിരുന്ന് സദ്യ കഴിക്കുക. സദ്യയിൽ ചിലപ്പോൾ ആദ്യ സമയത്തൊക്കെ നമ്മൾ ഈ ബീഫും ഒക്കെ മേടിക്കും. അന്നൊക്കെയാണ് നമ്മൾ കുട്ടികൾ ബീഫ് കഴിക്കുന്നത്. അപ്പം അവിടെ പോയിട്ട് കുറേ ബീഫ് മേടിച്ചുകൊണ്ട് വരും. ബീഫ് കൊണ്ടുവന്നിട്ട് അതിന് നമ്മൾ അന്ന് ബീഫൊന്നല്ല, ഇറച്ചി എന്നാണ് പറയുന്നത്. ഇറച്ചിക്കറി ഉണ്ടാവും. ഈ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കുക. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം വീണ്ടും ഊഞ്ഞാലാടുക. പിന്നെ പന്ത് കളി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ വ്യാപരിച്ചു പോകുന്ന ഒരു
കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സുഖകരമായ ഓർമ്മയായിട്ട് ഇപ്പോഴും നിൽക്കുന്ന കുറേ സാധനങ്ങളാണ്. പിന്നെ കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മളൊക്കെ വളർന്നു തുടങ്ങി, പിന്നെ കുടുംബങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി, നമ്മൾ നമ്മുടെ ജോലിക്കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓണത്തിന് വേറൊരു തലം കിട്ടി. വേറൊരു തലം എന്ന് വെച്ചാൽ ബാല്യത്തിൽ നിന്ന് നമ്മൾ കൗമാരത്തിലേക്ക് വരുന്ന സമയത്തും ഏകദേശം ഓണത്തിന് ഒരേ ഊഞ്ഞാലാട്ടമൊക്കെ കുറച്ച് എങ്കിൽ തന്നെ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടുന്ന വേറൊരു വേദികളിലേക്ക് അത് മാറി എന്നുള്ളതാണ്. പിന്നീട് കുറച്ചുകൂടെ ഒക്കെ മുതിർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉറിയടി പോലെയുള്ള പരിപാടികളിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട്. ക്ലബ്ബുകൾ, അന്നൊക്കെ ഈ ക്ലബ്ബുകൾ ഭയങ്കര സജീവമായിരുന്നു. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് പല ക്ലബ്ബുകളുണ്ടാവും. ഈ ഓണക്കാലത്ത് മാത്രം പരിപാടി അവതരിപ്പിക്കുന്ന ക്ലബ്ബുകളുണ്ട്. അവിടെ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ, വൈകുന്നേരം എന്നല്ല, അവിടെ മിക്കവാറും ഓണപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. തിരുവാതിര കളി ഉണ്ടാവും, പിന്നെ സിനിമാ പാട്ട് മത്സരം ഉണ്ടാവും, പിന്നെ ഓട്ടം ചാട്ടം, ഇതൊക്കെ ഈ ഓണപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓണാഘോഷ പരിപാടികളായിട്ട് നടത്തും. അപ്പം നാട്ടുകാരുടെ എല്ലാം നല്ലൊരു ഭാഗധേയത്വം അതിനകത്തുണ്ടാവും. നാട്ടുകാരിൽ അതിൽ പങ്കെടുക്കും, കാണാനൊക്കെ പോവും. അങ്ങനെ ഓണപരിപാടികളുമായി ക്ലബ്ബുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ആ കാലത്തിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാശി പിടിക്കലുകളൊന്നുമില്ല. മീൻസ് ഇപ്പം മത്സരബുദ്ധി ഇല്ല. അതായത് മത്സരബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, എല്ലാവരും കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കുന്ന, അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു മത്സരബുദ്ധിയില്ല. പിന്നെ തന്നെയല്ല, അന്നത്തെ ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ പുതിയ വസ്ത്രം നമ്മൾ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനാണ്. കാരണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെപ്പോഴും മിക്കവാറും ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്ക് പോകുന്നത്. അത് ഈ ഇന്ന് നമ്മൾ കാണുന്ന പോലെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഒക്കെ ഉള്ള മൾട്ടി ലെവൽ സെറ്റപ്പിൽ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുന്ന ആ ടൈപ്പൊന്നും അല്ല. നമ്മുടെ നാട്ടിൻപുറത്ത് കുറേ കടകളുണ്ട്, ടെക്സ്റ്റൈൽസ് എന്ന് പറയും, അല്ലെ ഫാബ്രിക്സ് എന്ന് പറയും. നമ്മൾ അവിടേക്ക് പോകും. അവിടേക്ക് പോയിട്ട് മിക്കവാറും ഒന്നുകിൽ മുത്തശ്ശിൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരുടെ ആരെങ്കിലും പോയിരിക്കും പോവുക. ഇത് ആ തലമുറയിൽപ്പെട്ട എല്ലാ കുട്ടികളുടെ ഒരു ബാല്യം. ആ സമയത്തൊക്കെ എനിക്ക് ഈ ഓണം അങ്ങനത്തെ വിഷു ഒക്കെ വരുമ്പോഴാണ് പുത്തൻ ഉടുപ്പ് കിട്ടുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മൾ കടയെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് കാണുക, ഇഷ്ടപ്പെടുക, വാങ്ങുക. അന്നത്തെ സമയത്തൊക്കെ ഈ ഓണമൊക്കെ ആകുമ്പോൾ ഈ ബന്ധുക്കളുടെ വക കാണും, അല്ലെങ്കിൽ അടുത്ത മീൻസ് നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വക ഒരു ജോഡി കാണും. വീട്ടിൽ നിന്നുണ്ടാവും ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഓരോ ജോഡി മേടിച്ചുതരാം. അപ്പൊ അന്ന് എനിക്കൊന്ന് ഈ ഓണോ വിഷു ഒക്കെ ആയിരുന്നു തോന്നി പുത്തൻ ഉടുപ്പുകളുടെ ഒരു കാലം എന്ന് പറയുന്നത്. നമ്മൾ നേരെ അവിടെ ചെല്ലുക. നമ്മൾ മിക്കവാറും ഇവർക്ക് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ നമ്മൾ അവിടെ ചെന്നിട്ട് അതിനകത്ത് വേറൊരു രസം, ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്താണെന്നറിയാം. 2 ചേട്ടാനിയന്മാരുണ്ടെന്ന് വെച്ചോ, ഇതിന്റെ ഡിറ്റോ സാധനമായിരിക്കും മേടിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പൊ ഈ കളർ ഷർട്ട്, ഇപ്പൊ ഈ കളർ ഷർട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പീസ മേടിക്കുന്നതെങ്കിൽ ഇതേ സെയിം ഷർട്ടായിരിക്കും അനിയന്. അവിടെ എത്ര പിന്നെ അപ്പൂപ്പനും അമ്മ മേടിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം അതാ. അവിടെ 4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരെ ഷർട്ട് ഒരുപോലെ. ഇതൊരു പ്രശ്നമാണ്. യൂണിഫോം പോലെ. അപ്പൊ ആർക്കും ഒരു കുറ്റം പറയത്തില്ല. നമ്മൾ ഓണത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് ഇന്ന വീട്ടിലെ എന്ന് പറഞ്ഞ് എല്ലാം ഒരുമിച്ചുണ്ടാവും. ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. എങ്കിലും ആ ഓണത്തിന് കിട്ടുന്ന ആ പുതിയ വസ്ത്രത്തിന്റെ മണവും അതിന്റെ ഒരു സുഖവും എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പം ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പലപ്പോഴും ചെയ്ത് ഷർട്ടിന്റെ തുണി എടുക്കലാണ്. ഷർട്ട് ഇന്ന് നമ്മൾ റെഡിമെയ്ഡിലേക്ക് വരുന്നതിന് മുമ്പ് ഉടുപ്പിന്റെ തുണി എടുക്കും. നമ്മളവിടെ പോയി അപ്പോൾ അയാൾ അളന്ന് നോക്കിയിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതെടുക്കും. എന്നിട്ട് നേരെ തയ്യക്കടയിൽ പോകും. തയ്യക്കടയിൽ പോയി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇയാൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി അളവെല്ലാം എടുത്ത് ഷർട്ടെല്ലാം തയ്ച്ച് നമ്മൾ കാത്തിരിക്കും. ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ അവിടെ പോയി കാവലിരിക്കുക. കാര്യം എന്താ, ഷർട്ടിന് ബട്ടൺ പിടിപ്പിക്കാനുണ്ട്, അത് പിടിക്കാനുണ്ട്, തേക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ പറയും കൊണ്ടുപോയി ഞാനങ്ങ് തേച്ചെടുത്തോളാം. കാര്യം അപൂർവമായിട്ട് മാത്രം പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ശരിക്കും ഓണം എന്നൊക്കെ പറഞ്ഞ്. ഇതിൽ ശരിക്കും ഓണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിച്ചതിൻ്റെ ഒരു സുഖം സത്യത്തിൽ എനിക്ക് ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനി ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. അന്ന് അനുഭവിച്ചിട്ടുള്ള അവിടെ ഒരു ഏകദാനതയുണ്ടായിരുന്നു. എല്ലാവരും തമ്മിലൊരു ഒരുമയോട് കൂടിയുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു, ഐക്യം ഉണ്ടായിരുന്നു. ബന്ധുക്കളെല്ലാം കൂടെ ഒരുമിച്ച് വരും. വീട്ടുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റം നമ്മുടെ കുട്ടികളെ കൊണ്ട് നിറയും. ബന്ധുക്കൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തും വിളിച്ച് പറയാം, കൊതിയും നുണയും പറയാം. നാട്ടിൻപുറമാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, കൊതിയും നുണയും പറയാം. അതുപോലെ ആർക്കും ആരോടും വൈരാഗ്യമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഓണത്തിന് ഒരു ദിവസം എല്ലാം കൂടി അല്ലെങ്കിൽ 2 ദിവസം കൂടിയിട്ട് ഇവർ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവരവരുടെ വീടുകളിലേക്ക് അവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമാണ് ഒരുപക്ഷെ
ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അത്രയും നേരം നമ്മോട് കളിച്ച് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവർ പെട്ടെന്ന് പറയുകയാണ്, എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒരുങ്ങി തുടങ്ങും, പോകാനുള്ള എല്ലാം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. അല്ല, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഷോൾഡർ ബാഗൊന്നും അല്ല, ഒരു കവറിനകത്തെല്ലാം എടുത്തു വെച്ച് അവർ പോകാൻ തുടങ്ങുന്ന ആ സിറ്റുവേഷനിൽ മുതൽ നമ്മളുടെ ഉള്ളിൽ ഇവരെല്ലാം പോയി കഴിയുമ്പോഴേക്കും നമ്മളും നമ്മുടെ ഊഞ്ഞാൽപ്പടിയും മാത്രമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളൊരു ഏകത എന്ന് പറയുന്ന ഏകാന്തത എന്ന് പറയുന്ന ഒരു ശൂന്യതയിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടുന്ന പോലെ ഒരു ഫീലാണ്. പിന്നെ അന്നത്തെ രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ കിടന്നാൽ ഉറക്കം വരുന്നില്ല. അന്നൊക്കെ പിന്നെ ഈ പറയുന്ന മഞ്ഞ ബൾബാണ് ഇന്നത്തെ പോലെ LED ഒന്നും ആയിട്ടില്ല. ആ മഞ്ഞ ബൾബൊക്കെ ഇങ്ങനെ കത്തും, അമ്മൂമ്മ കഥ പറഞ്ഞ് കേൾപ്പിക്കും. ആ അമ്മൂമ്മയുടെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറയുക, തറയിൽ ഇങ്ങനെ വെറുനിലത്ത് കിടക്കുന്നതിൻ്റെ ചില ഓർമ്മകളൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഏതൊരു ഓണക്കാലം വരുമ്പോഴും ഏതൊക്കെ ഓണം വന്ന് പോകുമ്പോഴും നമ്മൾ എത്ര ആഘോഷിച്ചിരുന്നാലും ശരി, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരുന്ന ചില ഓർമ്മകളാണ്. ചില ഓർമ്മകൾ നമുക്ക് ഉണ്ടാക്കുന്ന ചില നൊമ്പരങ്ങളുണ്ട്. ചില ഓണക്കാലം നമുക്ക് ചില നഷ്ടങ്ങൾ സമ്മാനിക്കും. ചില ഓണക്കാലത്ത് നമുക്ക് ചിലപ്പം നമ്മുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഇതാണ് നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ. പിന്നീട് വലുതായി കഴിഞ്ഞുള്ള ഓണത്തെക്കുറിച്ചൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. അതൊരു പക്ഷേ കുറച്ച് അധികപ്പറ്റായി പോകും. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ ഉള്ള നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇച്ചിരി ഹാർഡായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ഓണം ഇങ്ങനെയൊക്കെ തരാം. നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം സെയിം ഇതിലൊക്കെ വന്നിട്ടുള്ള ഓണക്കാലമായിരിക്കും. ഇതൊക്കെ അങ്ങനെ അനുഭവിച്ച് തീർത്ത നല്ലൊരു ഓണക്കാലം. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എൻ്റെ സമപ്രായത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു ഓണക്കാലം ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരുമിച്ചുള്ള ഒരു ഓണക്കാലം, വേദനകളുടെ ഒരു ഓണക്കാലം, ആഗ്രഹങ്ങളുടെ, പ്രതീക്ഷയുടെ, ഇല്ലായ്മയുടെ ഒരു ഓണക്കാലം. ഇതൊക്കെ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.